ഡിയർ ഫ്രണ്ട്സ്, ഈ കാലഘട്ടത്തിനുള്ളിൽ വിരളയിൽ എണ്ണാവുന്ന യൂട്യൂബ് വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ആ യൂട്യൂബ് വീഡിയോസിൽ കണ്ട ഒരു ശ്രോതാവ് വാട്സപ്പിലൂടെ എന്നോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഞാൻ ആ ചോദ്യം പറയാം. ഈ ചോദ്യം വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. കാരണം ചുരുങ്ങിയ വീഡിയോസ് ചെയ്തിട്ടുള്ളെങ്കിലും കാണുന്നുണ്ടല്ലോ, അതിനെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഞാൻ ആ ചോദ്യം ആവർത്തിക്കാം. നിങ്ങളുടെ ഡെൻ്റൽ ക്ലിനിക്കിൽ വരുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ പേഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്? പേഷ്യൻ്റ് എന്ന് വിളിക്കാൻ പാടില്ല. കാരണം ഡെൻ്റൽ ക്ലിനിക്കിൽ വരുന്ന വ്യക്തികളെ ഗുണഭോക്താവ് അല്ലെങ്കിൽ ക്ലയൻസ് എന്ന് മാത്രമേ, കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻസ് എന്ന് മാത്രമേ വിളിക്കാവുള്ളൂ. അല്ലാതെ പേഷ്യൻസ് എന്ന് വിളിക്കുന്നത് ഒരു ധിക്കാരമാണ് എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് എനിക്ക് പറയാനുള്ള ആൻസർ, നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നാളിതുവരെ, കേരള സംസ്ഥാനം എപ്പോഴും കാര്യങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്ന ഒരു സംസ്ഥാനമാണ്. നാളിതുവരെ ഡോക്ടറുടെ ഒരു ട്രീറ്റ്മെൻറ്റിനെ, അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റിനെ സർവീസായിട്ട് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. മറ്റേതോ ഒരു സംസ്ഥാനത്ത് ഇത് ക്ലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മളൊരു സൈക്കാട്രിക് പേഷ്യൻ്റാണെന്ന് വെച്ചോളൂ. ഈ സൈക്കാട്രിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സൈക്കാട്രിസ്റ്റ് എന്ത് കരുതും? ഈ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ സ്റ്റിഗ്മ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ പേഷ്യൻ്റ് ആയിരിക്കെ തന്നെ ക്ലയൻസ് എന്ന് പറയും. അതൊരു വശം. രണ്ടാമത്, US-ലൊക്കെ ജസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടറെ സമീപിക്കുന്നവരുണ്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷന് ഡോക്ടറെ സമീപിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ക്ലയൻസ് എന്ന കാറ്റഗറി പെടുത്താം. നിങ്ങൾ തന്നെ ഒരു റുട്ടീൻ ബ്ലഡ് ചെക്കപ്പിനോ അല്ലെങ്കിൽ ഒരു MRI സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ഒരു CBCT എക്സ്റേ സ്കാനിങ്ങിനോ ഒക്കെ പോയാൽ അവിടെ നിങ്ങൾ രോഗി എന്ന് നിർണ്ണയിക്കപ്പെടുന്നോളം വരെ നിങ്ങൾ ക്ലയൻസ് ആണ്. എന്തുകൊണ്ട് രോഗി എന്ന് വിളിക്കുന്നു? അതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. എറ്റിമോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ പാറ്റിയോർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രോഗി, അതായത് പേഷ്യൻ്റ് എന്ന പേര് വന്നത്. പാറ്റിയോർ എന്ന് പറഞ്ഞാൽ ഐ സഫർ, ഞാൻ സഹിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ വേദനിക്കുന്നു. അപ്പോൾ ഈ വേദനിക്കുന്ന വ്യക്തിയെയാണ്, അത് എന്ത് കൊണ്ട് വേണേലും ആകാം, വയറുവേദനയാകാം, നിങ്ങൾക്ക് ചവയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാകാം, പല്ലുവേദനയാകാം, എന്താണേലും നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ സഫർ ചെയ്യുന്നു. ഈ മൂല വാക്ക്, ലാറ്റിൻ വാക്ക് പാറ്റിയോർ എന്ന പദത്തിൽ നിന്നാണ് പേഷ്യൻ്റ് എന്നുള്ള പദം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നയാൾ, അതായത് റിലീഫ് കൊടുക്കുന്നയാൾ ഡോക്ടർ. ആ ഡോക്ടർക്ക് ഈ വ്യക്തിയെ പേഷ്യൻ്റ് എന്ന് വിളിക്കാം. അതിൽ ഒരു നിയമതടസ്സവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു തെറ്റായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നും തോന്നുന്നില്ല. കാരണം വേദനിക്കുന്ന ഒരാൾ എന്ന പദം മാത്രമേ പേഷ്യൻ്റ് എന്ന പദത്തിൽ വരുന്നുള്ളൂ, പദത്തിന് അർത്ഥമായിട്ടുള്ള വരുന്നു. ഞാൻ വേദനിക്കുന്നു, ഞാൻ ഇന്ന രോഗം മൂലം വേദനിക്കുന്നു, ഇന്ന അസുഖം മൂലം വേദനിക്കുന്നു, ഇന്ന കാരണത്താൽ വേദനിക്കുന്നു. ആ വേദനിക്കുന്ന വ്യക്തിയാണ് പേഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. വേദനിക്കുന്ന വ്യക്തിക്ക് റിലീഫ് കൊടുക്കുന്ന, വേദനയിൽ നിന്ന് മോചനം കൊടുക്കുന്ന വ്യക്തിയെ ഡോക്ടർ എന്ന് വിളിക്കാം. Thank you for watching this video. If you like, please like and share.